ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങും വൊളാറ്റിലിറ്റിയും തന്നെയാണ്. ഏഷ്യയിലെ എല്ലാ മാർക്കറ്റുകളും വളരെ വീക്കായിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കൻ ഇൻഡെക്സുകൾ അതുപോലെ തന്നെ യൂറോപ്യൻ ഇൻഡെക്സുകളെല്ലാം തന്നെ വളരെ വീക്കായിരുന്നു. അമേരിക്കയിലെ ടെക്നോളജി സ്റ്റോക്കുകളിൽ 3 സ്റ്റോക്കുകൾ മാത്രമാണ് ബെറ്റർ ആയിട്ട് ക്ലോസ് ചെയ്തിരുന്നത്. ആൽഫബറ്റ്, ആമസോൺ, മെറ്റാ പ്ലാറ്റ്ഫോം, ആൽഫബറ്റ് അല്ല, മൈക്രോസോഫ്റ്റ്, ആമസോൺ, മെറ്റാ പ്ലാറ്റ്ഫോം, ഈ 3 സ്റ്റോക്കുകളാണ് ഇന്നലെ ബെറ്റർ ആയിട്ട് ക്ലോസ് ചെയ്തിരുന്നത്. മറ്റെല്ലാ സ്റ്റോക്കുകളും 4-5% താഴെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ്റെ ഇമ്പാക്റ്റിൽ അമേരിക്കയിലെ ഇൻഫ്ലേഷൻ കൂടിയേക്കും, അതിനനുസരിച്ച് US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റും കൂട്ടിയേക്കും എന്നുള്ളൊരു ഭീതി കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു ന്യൂസ് ഫ്ലോസ് വരുന്നതെല്ലാം തന്നെ അത്ര പോസിറ്റീവ് ഒന്നും തന്നെയല്ല. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ്റെ ഇമ്പാക്റ്റിൽ ലോകമെമ്പാടും ക്രൂഡ് ഓയിലിൻ്റെ അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസിൻ്റെ ഒക്കെ ലഭ്യത കുറവാകാൻ പോവാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഈ കമ്മോഡിറ്റികളുടെ പ്രൈസിൻ്റെ കാര്യത്തിലും ഉണ്ട്. ബ്രന്റ് ക്രൂഡ് ഓയിൽ ഒരവസരത്തിൽ $84 പെർ ബാരൽ വരെ ഉയർന്നിരുന്നു. LNG പ്രൈസും വളരെ വലിയ രീതിയിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഖത്തർ ഗ്യാസ് പ്രൊഡക്ഷൻ നിർത്തിവെച്ച് എക്സ്പോർട്ട്സ് നിർത്തിവെച്ചിരിക്കുകയാണ്. സൗദി അറേബ്യയുടെ ഒരു റിഫൈനറിയിൽ ഇറാൻ്റെ അറ്റാക്ക് ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് തന്നെയാണ് വീണ്ടും ഗ്ലോബൽ മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒപ്പം നമ്മൾ മറ്റ് മാർക്കറ്റുകളിലെ സിറ്റുവേഷനും ഇന്നലെ നോക്കുകയാണെങ്കിൽ യൂറോപ്പ് അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റുകളും ഇന്നലെ വീക്കായിരുന്നു. നമ്മളെ സംബന്ധിച്ച് ഇന്നലെ ഹോളി പ്രമാണ ചവതിയായിരുന്നു. ഇനി നിഫ്റ്റിയുടെ ഇന്നലത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഒരവസരത്തിൽ 1000 പോയിന്റ് വരെയൊക്കെ താഴെ വന്നിരുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന നിഫ്റ്റിയുടെ എക്സ്പെക്റ്റഡ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് 24,500 ലെവലിലൊക്കെയാണ്. ഒരുപക്ഷെ 24,000 ലെവൽ വരെയൊക്കെ താഴെ വന്നേക്കാൻ വലിയ രീതിയിൽ വൊളാറ്റിലിറ്റി വരികയാണെങ്കിൽ. അതോടൊപ്പം കമ്മോഡിറ്റി മാർക്കറ്റിലത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇന്നലെ എല്ലാ കമ്മോഡിറ്റികളും വൊളാറ്റൈലായിരുന്നു. ഗോൾഡ്, സിൽവർ, എല്ലാ കമ്മോഡിറ്റികളും, ബ്രന്റ് ക്രൂഡ് ഓയിൽ ഒഴികെ എല്ലാ കമ്മോഡിറ്റികളും ഇന്നലെ വീക്കായിട്ടാണ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ക്ലോസ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് മോർണിംഗിൽ എല്ലാ കമ്മോഡിറ്റികളും സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് ഇന്നലത്തെ നോക്കുകയാണെങ്കിൽ $4,996.6 പെർ ഔൺസ് ലോവർ സൈഡ്, അതുപോലെ തന്നെ അപ്പർ സൈഡ് $5,380.8 പെർ ഔൺസ്. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്ന $1,175 പെർ ഔൺസ് ആണ്. സിൽവറിൻ്റെ പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ $77.87 പെർ ഔൺസ് ലോവർ റേഞ്ച്, $91.32 പെർ ഔൺസ് ഹയർ സൈഡ്. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $84.5 പെർ ഔൺസിനാണ്. വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റിയാണ് ഗോൾഡിൻ്റെ കാര്യത്തിലും സിൽവറിൻ്റെ കാര്യത്തിലും കണ്ടിട്ടുള്ളത്. സാധാരണ രീതിയിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഉള്ളപ്പോൾ ഗോൾഡിൻ്റെയും സിൽവറിൻ്റെ ഒക്കെ പ്രൈസ് കൂടാറാണ് പതിവ്. പക്ഷേ ഇന്നലെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് നല്ല സെല്ലിംഗ് പ്രഷർ കണ്ടിരുന്നു. ഇതിന് പ്രധാനപ്പെട്ട കാരണം സെൻട്രൽ ബാങ്കുകളിലെ ജനുവരി മാസത്തെ ഡാറ്റയാണ്. ടോട്ടൽ നെറ്റ് ബൈയിങ് കണ്ടിട്ടുള്ളത് 5 ടൺസ് ആണ്. അതേസമയം റഷ്യൻ സെൻട്രൽ ബാങ്ക് 9 ടൺസ് വിറ്റിട്ടുണ്ട്. മറ്റു പല സെൻട്രൽ ബാങ്കുകളും വാങ്ങിയിട്ടുണ്ട്. ഇത് എക്സ്പെക്ട് ചെയ്ത ഫിഗറിനേക്കാളും വളരെ കുറവായിരുന്നു ഈ 5 ടൺസ് വന്നത്. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇന്നലെ ഗോൾഡ് പ്രൈസിലുണ്ടായിരുന്നു. അതിനുശേഷം വന്നിട്ടുള്ളൊരു ഡാറ്റ വീണ്ടും ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഗോൾഡ് ETF-കളിലേക്ക് വന്നിട്ടുള്ള ഇൻഫ്ലോ $6.2 ബില്യൺ ആണ്. ജനുവരി മാസത്തിൽ $19 ബില്യൺ ഉണ്ടായിരുന്നു. അതോടൊപ്പം കഴിഞ്ഞ വർഷം 2025 കലണ്ടർ ഇയറിൽ $101 ബില്യൺ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ മാസത്തെ, അതായത് ജനുവരി മാസത്തെ ഡാറ്റ, ഒപ്പം ഫെബ്രുവരി മാസത്തെ ഡാറ്റ, അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന ഡാറ്റകളൊക്കെ സൂചിപ്പിക്കുന്ന ഒരു പക്ഷേ ഗോൾഡ് ETF-കളിലേക്ക് വലിയ രീതിയിലുള്ള ഇൻഫ്ലോ വീണ്ടും വന്നേക്കും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ സെൻട്രൽ ബാങ്കുകളുടെ ബൈങ് കുറഞ്ഞാൽ പോലും ഒരു പക്ഷേ ഗോൾഡ് ETF-കൾ വലിയ രീതിയിൽ ബൈ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാലും ഗോൾഡിലും സിൽവറിലും നമുക്ക് നല്ല രീതിയിലുള്ള വൊളാറ്റിലിറ്റി ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെ ഇമ്പാക്റ്റിൽ നമ്മുടെ ക്രൂഡ് ഓയിൽ പ്രൈസിലുണ്ടായിട്ടുള്ള വിലവർധന തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഗവൺമെൻറ് കണക്ക് പ്രകാരം ഇപ്പോൾ 25 ദിവസത്തെ ക്രൂഡ് ഓയിലും 25 ദിവസത്തെ പെട്രോളിയം പ്രൊഡക്ട്സും ആണ് നമുക്ക് സ്റ്റോക്കായിട്ടുള്ളത്. അതായത് ഈ ക്രൂഡ് ഓയിൽ പ്രോസസ്സ് ചെയ്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും 8 ആഴ്ചയ്ക്കുള്ള സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട്. ഫർദർ വലിയ രീതിയിൽ ഡിസ്റപ്ഷൻ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ മുഖാന്തരം
എന്തെങ്കിലും ക്രൂഡ് ഓയിൽ സപ്ലൈയിൽ വരികയാണെങ്കിൽ ഹോർമോസ് കടലിടുക്ക് അടച്ചിട്ടിരിക്കുകയെന്ന് പറയുന്നുണ്ട് ഇറാന്. ഈ കടലിടുക്കിൽ കൂടിയാണ് നമ്മുടെ ക്രൂഡ് ഓയിലിൻ്റെയും അതുപോലെ തന്നെ LNGയുടെ ഒക്കെ ഇമ്പോർട്ട് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ട്സും കുറേ പെർസെൻറ്റേജ് ഈ കടലിടുക്കിൽ കൂടിയാണ്. അപ്പോൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വഷളാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ലഭിക്കാൻ പോകുന്ന ഒരു രാജ്യം ഇന്ത്യയാണ്. അതിൻ്റെ ഒരു റിയാക്ഷൻ വീണ്ടും ഒരുപക്ഷെ മാർക്കറ്റിൽ കാണാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യണം. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആർക്കും തന്നെ ഇത്തരത്തിലുള്ള അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. വലിയ രീതിയിൽ വലിയ വാറൊക്കെ വഷളാവുകയാണെങ്കിൽ അതിൻ്റേതായ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഗ്ലോബൽ മാർക്കറ്റുകളിലും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാലും ഈ മാർക്കറ്റ് റിയാക്ഷനിലും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ തിങ്ക് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ധാരാളം ഓപ്പർച്യൂണിറ്റികളുണ്ട്. അതിലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ജിൻഡാൽ സ്റ്റെയിൻലെസ് ലിമിറ്റഡ്. നമ്മുടെ ഇന്ത്യയിൽ പുറത്തിറക്കാൻ പോകുന്ന ബുള്ളറ്റ് ട്രെയിനുകളിലൊക്കെ യൂസ് ചെയ്യാൻ പോകുന്നത് ജിൻഡാൽ സ്റ്റെയിനിൻ്റെ ഹൈ ടെൻഷൻ ഉള്ള സ്റ്റീലാണ്. തീർച്ചയായിട്ടും ഫുള്ളി ജിൻഡാൽ സ്റ്റെയിൻലെസ് സ്റ്റീലായിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത്. ഭാരത് എർത്ത് മൂവേഴ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. വീണ്ടും വലിയ രീതിയിലുള്ള ബുള്ളറ്റ് ട്രെയിൻ ഓർഡേഴ്സാണ് വരാൻ പോകുന്നത്. ഒപ്പം മറ്റ് വന്ദേ ഭാരത് ട്രെയിനുകളുടെ ബോഡി ബിൽഡിങ്ങിലും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ജിൻഡാൽ സ്റ്റെയിൻലെസ്സിൻ്റെ സ്റ്റീൽ തന്നെയാണ്. അപ്പോൾ ജിൻഡാൽ സ്റ്റെയിൻലെസ് JSL ലിമിറ്റഡ് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് ഇൻവെസ്റ്റേഴ്സിന് ഈ മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതോടൊപ്പം തന്നെ തേജസ് നെറ്റ്വർക്ക് നമ്മൾ മുമ്പ് മാർക്കറ്റ് താഴെ വന്നിരുന്ന അവസരത്തിൽ വീണ്ടും റെക്കമെൻഡ് ചെയ്തിരുന്ന സ്റ്റോക്കാണ്. ഇവർ നെക്സ്റ്റ് ജനറേഷൻ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തേക്ക് കടന്നിരിക്കുകയാണ്. ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തേക്ക് കടന്നിരിക്കുകയാണ്. NEC കോർപ്പറേഷനായിട്ട് മാസീവ് മിമോ റേഡിയോ പ്രൊഡക്ഷനുള്ള ഒരു അലയൻസിൽ ഏർപ്പെട്ടിരുന്നു. ഈ കമ്പനീനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ന്യൂസ് ആണ്. അപ്പോൾ മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ താഴെ വരുന്ന അവസരങ്ങളിൽ ഈ സ്റ്റോക്കിലും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ടാറ്റ ടെക്നോളജീസ് ജർമ്മനിയിലത്തെ വിറ്റസ്റ്റെയിൻ ഹൈ ഇൻറ്റഗ്രിറ്റി സിസ്റ്റമായിട്ട് ടൈപ്പിൽ എത്തിയിട്ടുണ്ട്. ഡ്രൈവർലെസ് കാറുകളുടെ നിർമ്മാണത്തിന് വേണ്ടിയാണ്. തീർച്ചയായിട്ടും ഈ ന്യൂസ് ടാറ്റ ടെക്നോളജീനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിലെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉള്ള ഒരു മെറ്റൽസ് ആൻഡ് മിനറൽസ് കമ്പനിയാണ് വേദാന്ത ലിമിറ്റഡ്. അതോടൊപ്പം വേദാന്ത ലിമിറ്റഡിൻ്റെ ഡീമർജറും അടുത്ത ദിവസങ്ങളിൽ റെക്കോർഡ് ഡേറ്റ് അനൗൺസ് ചെയ്തേക്കാം. ഹയർ ഡിവിഡൻഡ് അനൗൺസ്മെൻറ്റും വന്നേക്കാം. മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ വേദാന്ത ലിമിറ്റഡും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. ഒപ്പം നമ്മൾ കഴിഞ്ഞ മാസങ്ങളിൽ റെക്കമെൻഡ് ചെയ്തിരുന്ന ഇൻവെസ്റ്റേഴ്സിന് ലോങ് ടൈം വ്യൂയിലേക്ക് സജസ്റ്റ് ചെയ്തിരുന്ന തൃശ്ശൂരിൽ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള JMJ ഫിൻടെക് 2:1 റൈറ്റ്സ് ഇഷ്യൂവിന് ശേഷം ഇപ്പോൾ ആ ഷെയർ പ്രൈസ് കോട്ട് ചെയ്യുന്നത് 13.5-14 രൂപ പെർ ഷെയർ റേഞ്ചിലാണ്. JMJ ഫിൻടെക് പുതിയ ഒരു ഫിൻടെക് ആപ്പ് ലോഞ്ച് ചെയ്യാണ്. മണി ബ്രോ എന്ന് പറയുന്ന ഒരു ഫിൻടെക് ആപ്പാണ്. കേരളത്തിൽ നിന്ന് ഇതുവരെ ഒരു NBFCയും ഇത്തരത്തിലുള്ളൊരു ഫിൻടെക് ആപ്പ് ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും ഈ ന്യൂസ് വളരെ പോസിറ്റീവാണ്. നെക്സ്റ്റ് ജനറേഷൻ ലെൻഡിങ് സൊല്യൂഷൻസിലേക്ക് കടക്കുകയാണ് JMJ ഫിൻടെക്. അപ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന വളരെ റിസ്ക് കുറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്കാണ് JMJ ഫിൻടെക്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന പ്രൈസ് റേഞ്ച് 13.5 മുതൽ 14% വരെയാണ്. BSEയിൽ മാത്രമാണ് ഈ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വൊളാറ്റിലിറ്റി ഉള്ള അവസരങ്ങൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കുകളാണ്. അതോടൊപ്പം തന്നെ ഗോൾഡ് ലോൺ കമ്പനികളെ സംബന്ധിച്ച് നല്ലതാണ്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വർദ്ധിച്ചോട് കൂടിയിട്ട് വലിയ രീതിയിലാണ് ഗോൾഡ് ലോണിൻ്റെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അതും JMJ ഫിൻടെക് അതുപോലെ തന്നെ മുത്തൂറ്റ് ഫൈനാൻസ്, മണപ്പുറം പോലുള്ള കമ്പനികളെ സംബന്ധിച്ചും പോസിറ്റീവാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അവസരങ്ങളിൽ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ തേടി പിടിച്ചുകൊണ്ട് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഘട്ടമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഡിസിഷൻ ഇൻവെസ്റ്റേഴ്സിന് നന്നായിരിക്കുമെന്നാണ് എൻ്റെ ഒരു സജഷൻ ഉള്ളത്. അതോടൊപ്പം തന്നെ ഇനി വീണ്ടും ബുള്ളറ്റ് ട്രെയിനുകളുടെ ഓർഡർ വരികയാണ്. ബുള്ളറ്റ് ട്രെയിനുകളിൽ ഓൾറെഡി ഓർഡർ കൊടുത്തിട്ടുള്ള ബുള്ളറ്റ് ട്രെയിൻ BEML ഓർഡർ കൊടുത്തിരുന്നു. ഈ BEML ഓർഡർ കൊടുത്തുള്ള ബുള്ളറ്റ് ട്രെയിനിൻ്റെ കോസ്റ്റ് എസ്കലേഷൻ വരുന്നുണ്ട്. 90,000 കോടി കൂടെ ഈ പ്രൊജക്റ്റിന് കോസ്റ്റ് എസ്കലേഷൻ വരുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. തീർച്ചയായിട്ടും ഗവൺമെൻറ് തന്നെയാണ് ഈ ഇൻക്രീസ്ഡ് കോസ്റ്റ് വഹിക്കാൻ പോകുന്നത്.
അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ഇമ്പാക്റ്റുകളൊന്നും തന്നെയില്ല. എന്നിരുന്നാലും വലിയ രീതിയിലുള്ള കോസ്റ്റ് എസ്കലേഷൻ വരികയാണെങ്കിൽ ഈ പ്രൊജക്റ്റുകളുടെയൊക്കെ പ്രോഫിറ്റബിലിറ്റിനെ ലോങ് റണ്ണിൽ ഇമ്പാക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഈ ബുള്ളറ്റ് ട്രെയിനിൻ്റെ ഒരു ഇമ്പാക്റ്റ് ബുള്ളറ്റ് ട്രെയിനുകൾ ഉണ്ടാക്കുന്ന കമ്പനികളെ സംബന്ധിച്ചില്ല. മേജറായിട്ട് ഈ പ്രൊജക്റ്റിൽ കോസ്റ്റ് വരുന്ന ലാൻഡ് അക്വിസിഷനാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രൊജക്റ്റിൽ നിന്നുള്ള വയബിലിറ്റി അല്ലെങ്കിൽ പ്രൊജക്റ്റിൽ നിന്ന് ലാഭമൊക്കെ കിട്ടാനായിട്ട് കുറേ സമയം എടുത്തേക്കാം. ഇനി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഡോളർ ഇൻഡസ്ട്രീസ്, MSP സ്റ്റീൽ ആൻഡ് പവർ, ഈ സ്റ്റോക്കുകളിലാണ് പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തിട്ടുള്ളത്. ആക്സിക്കേറ്റ് ടെക്നോളജീസിലത്തെ പ്ലെഡ്ജ് പ്രൊമോട്ടർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ ന്യൂസ് ഈ കമ്പനീനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്യുന്ന സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും ലോങ് റണ്ണിൽ നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. കാരണം പ്രൊമോട്ടേഴ്സിൻ്റെ കോൺഫിഡൻസ് ആണ് ഈ കമ്പനികളിൽ അവരുടെ ബൈയിങ് കൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്ന ഒരു ഹിൻ്റായിട്ട് വരുന്നത്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ്, അതുപോലെ തന്നെ മറ്റ് ഇവൻറ്റുകളൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി വീക്ഷിക്കുക. അതോടൊപ്പം തന്നെ വളരെ സേഫായിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. മാർക്കറ്റ് താഴെ വരുന്ന അവസരങ്ങളിൽ തങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ വിട്ടുമാറാതെ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിന് ഘട്ടം ഘട്ടമായിട്ട് നല്ല സ്റ്റോക്കുകൾ സെലക്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. Thank you.